മോദി ഇപ്പോൾ അധികാരം ഒഴിയുമെന്ന് കരുതി കാത്തിരുന്നവർക്കൊക്കെ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ബി.ജെ.പി. പ്രസ്ഥാനം ഇത്ര കണ്ട് അധപ്പതിച്ചതും ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രമാത്രം മത തീവ്രവാദം വളർന്നതും മോദി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് എന്ന് ഉറപ്പിച്ചു പറയാം. അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കി കിട്ടാൻ ജനങ്ങളൊക്കെ ആറ്റുനോറ്റ് കാത്തിരിക്കുകയാണ്. ഇതൊന്നും കൊണ്ട് താൻ താഴെ ഇറങ്ങില്ല എന്ന് ഉറപ്പിച്ച് ഇന്ത്യയെ ആകമാനം വിറ്റുതുലച്ച് ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് കൊന്നൊടുക്കി പലായനം ചെയ്ത് അടക്കി വാണ് കഴിയുകയാണ് മോദി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി വിരമിക്കുന്നു എന്നും അതിനു മുന്നോടിയായിട്ടാണ് നീണ്ട വർഷങ്ങൾക്കു ശേഷം നാഗ്പൂർ സന്ദർശിച്ചത് എന്നുമുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ജനങ്ങൾ ഹർഷാരവത്തോടെയാണ് ഈ വാർത്ത സ്വീകരിച്ചത്. എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയേ എന്നായി ജനങ്ങൾക്ക്. പക്ഷേ അതിനിടയിലാണ് ജനങ്ങളെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് പുതിയ വാർത്ത പുറത്തു വരുന്നത്. 2029 ശേഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. പകരക്കാരനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി തുടരുന്നതിനിടെയാണ് മോദി തന്നെ പാർട്ടിയെയും സർക്കാർ രൂപീകരിച്ചാൽ അതിനെയും നയിക്കുമെന്ന് ഫട്നാവിസ് പറഞ്ഞു. നിലവിൽ മോദിയുടെ പിൻഗാമിയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞു. ശിവസേനയാണ് നേരത്തെ മോദിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള വാർത്ത ആദ്യം പങ്കുവച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെ RSS ആസ്ഥാനം സന്ദർശിച്ച് വിരമിക്കുകയാണെന്ന സന്ദേശം നൽകിയെന്ന ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന നേതാവ് സഞ്ജീവ് റാവത്താണ് അവകാശവാദം ഉന്നയിച്ചത്. ഇതിന് മറുപടിയാണ് ഇപ്പോൾ ഫട്നാവിസ് തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മോദിയുടെ പിൻഗാമിയെ കുറിച്ച് ചിന്തിക്കാൻ ഇത് ശരിയായ സമയമല്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം 2029 പ്രധാനമന്ത്രി മോദി വീണ്ടും പ്രധാനമന്ത്രിയാകും. മോദിയുടെ പിൻഗാമിയെ കുറിച്ച് നാഗ്പൂരിൽ നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫട്നാവിസ് പ്രതികരിച്ചു. ഇതോടെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന വലിയ ചർച്ചകൾക്കാണ് വിരാമമാവുന്നത്. മുംബൈയിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഞ്ജയ് റൌത്തിന്റെ അവകാശവാദം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. മോദി വിരമിക്കുകയാണെങ്കിൽ പകരം ആരാവും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നതായിരുന്നു ഏവരുടെയും ആകാംക്ഷ. നമ്മുടെ സംസ്കാരത്തിൽ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ പിന്തുടർച്ചയെ കുറിച്ച് സംസാരിക്കുന്നത് അനുചിതമാണ്. അത് മുഗൾ സംസ്കാരമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമായിട്ടില്ല എന്നും ഫട്നാവിസ് പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത പൊതുതിരഞ്ഞെടുപ്പിന് ശേഷവും മോദി നേതൃനിരയിൽ തന്നെയുണ്ടാവും എന്ന സൂചനയാണ് ഫട്നാവിസ് നൽകുന്നത്. സെപ്റ്റംബറിൽ വിരമിക്കുന്നതിനുള്ള അപേക്ഷ നൽകാനാണ് മാർച്ച് 30-ന് പ്രധാനമന്ത്രി മോദി RSS ആസ്ഥാനത്ത് പോയതെന്ന് സഞ്ജയ് റൌത്ത് അവകാശപ്പെട്ടിരുന്നു. ബി.ജെ.പിയിലെ ചില നേതാക്കൾ 75 വയസ്സിൽ വിരമിക്കുന്നതായി സൂചന നൽകിയിരുന്നുവെന്നും അദ്ദേഹത്തെ ഉദ്ധരിച്ച് ദേശീയ വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. പ്രധാനമന്ത്രി മോദിയുടെ അവകാശിയെ RSS തീരുമാനിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മോദിയെ RSS ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചതും ചർച്ചകൾ നടത്തിയതും. സംഘത്തിന്റെ ചർച്ചകൾ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിലാണ് നടക്കുന്നത്. സൂചനകൾ വളരെ വ്യക്തമാണ്. അടുത്ത നേതാവിനെ സംഘം തീരുമാനിക്കും. ആ നേതാവ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളാകും എന്നും സഞ്ജയ് റൌത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. അങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകില്ല. ബാധ കൊണ്ടേ പോകും.